വെൽക്കം ബാക്ക് ടു ബ്രിൻറ്റോ ദ എൻസോ. ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം. ഭൂരിഭാഗം പേര് എന്തുകൊണ്ടാണ് സ്റ്റക്കായി നിൽക്കുന്നതെന്നറിയോ? അവർക്ക് ആവശ്യത്തിന് വേണ്ട കാര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല. ആവശ്യത്തിലേറെ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. ഭൂരിഭാഗം പേരും ഓവർവെൽഡ് ആണ്. അയ്യോ! ഇനി എന്ത് ചെയ്യും? ഞാൻ ആ കാര്യം ചെയ്യണം, ഈ കാര്യം ചെയ്യണം, ഇന്ന കാര്യം ചെയ്യണം. ഇതെല്ലാം കൂടി ആയിട്ട് ബ്രെയിനിൽ വന്ന് ആകെ ഒരു ലൂപ്പിലടിച്ച് സ്റ്റക്കായിട്ടിരിക്കുക. ഇതിന് വേറൊരു പേരും പറയും. അനാലിസിസ് പാരാലിസിസ്. അതായത് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അനലൈസ് ചെയ്ത് ഒരു പാരലൈസ്ഡ് ഫോമിൽ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അവിടെ കുറവല്ല, ആവശ്യത്തിലേറെ ഉള്ളതാണ് പ്രശ്നം. അതേപോലെ തന്നെ ഈ കൂട്ടത്തിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ പക്ഷക്കാരെയും കൂടെ പറയാം. അതായത് ആവശ്യത്തിനൊന്നും ഇല്ലാത്തവർ. അവിടെ എനിക്ക് ഈ അടുത്ത് വായിച്ച ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്. ദ വുൾഫ് ദാറ്റ് ഫാസ്റ്റ് ലേൺസ് മോർ ദാൻ ദ ലയൺ ദാറ്റ് ഫീസ്റ്റ്. അതായത് വിശപ്പറിയുന്ന ചെന്നായ മൃഷ്ടാന ഭോജനം നടത്തുന്ന സിംഹത്തിനേക്കാൾ അറിവുണ്ടാവും. അത് ചില സമയത്ത് നമുക്കെല്ലാം ഉണ്ടായില്ല. എങ്കിലും മുന്നോട്ട് പോകാൻ നമ്മൾ പഠിക്കണം. ഇന്ന് നമുക്ക് തീരെ ഇല്ലാത്തൊരു ക്വാളിറ്റി അത് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കോൺസ്റ്റന്റ് ഡിസ്ട്രാക്ഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ അറ്റൻഷൻ സ്പാൻ പോലും കുറഞ്ഞേക്കുക. റീൽസുകൂടെ തോണ്ടി 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 നമ്മുടെ ബ്രെയിനിന് നമുക്കൊന്ന് ബോർഡായിട്ടിരിക്കാൻ പറ്റില്ല. ജീവിതം എന്ന് പറയുന്നത് മൊത്തം സ്റ്റിമുലേഷനാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു ജനറേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് കംഫർട്ട് നമ്മുടെ വിരൽ തുമ്പിലുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? കംഫർട്ട് കിൽസ് അർജൻസി. ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ചൊരു പാഠം. ഞാൻ ഈ പോഡ്കാസ്റ്റ് തുടങ്ങാൻ പോലും കാരണമെന്ന് പറയുന്നത് ഈ ഒരു വാചകം ഞാൻ മനസ്സിലാക്കിയത്. കംഫർട്ട് കിൽസ് അർജൻസി. എനിക്ക് ഈ പോഡ്കാസ്റ്റ് നാളുകൾക്ക് മുന്നേ സ്റ്റാർട്ട് ചെയ്യാമായിരുന്നു. പക്ഷേ എന്താണ്, ഞാൻ വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം സ്മൂത്തായി പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയില്ല ഇതിൻ്റെ ആവശ്യമുണ്ടോ. എനിക്കൊരു അർജൻസി ഫീൽ ചെയ്തില്ല. എന്നാൽ അപ്രതീക്ഷിതമായ ജീവിതം എന്നെ അടിച്ച് താഴെയിട്ടപ്പോൾ എനിക്ക് തോന്നി പുതിയൊരു വഴി നോക്കേണ്ട ആവശ്യമുണ്ട് എന്ന്. അങ്ങനെയാണ് ശരിക്കും ഞാൻ ഇതിലേക്ക് വരുന്നത് തന്നെ. എന്നിപ്പോൾ ഞാൻ തുടങ്ങിയതേ ഉള്ളൂ. ഒരു 350 ഫോളോവേഴ്സിന് മേലെ എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്കുള്ളൂ. പക്ഷെ ഭാവിയിൽ 350K ഫോളോവേഴ്സിനപ്പുറം എത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ആയിട്ട് കൂട്ടിക്കോളൂ. അത് ഞാൻ പറയുന്നത്, ഞാൻ ആ മൃഷ്ടാന ഭോജനം നടത്തിയിരുന്ന സിംഹത്തിൽ നിന്ന് വിശപ്പറിഞ്ഞ ചെന്നായപ്പോൾ എനിക്കുണ്ടായ ജീവിതപാഠവും അതൊന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കെന്നും ഒരു വിശപ്പ് വേണം. അറിവിനായിക്കോട്ടെ, പുതിയ കാര്യങ്ങൾ ചെയ്യാനായിക്കോട്ടെ, ചെയ്യുന്ന ജോലിയിലായിക്കോട്ടെ, എപ്പോഴും കൂടുതൽ ചെയ്യാനുള്ള ഒരു വിശപ്പ് നമ്മുടെ ഉള്ളിലുണ്ടാവണം. നമ്മുടെ കയ്യിൽ എല്ലാം ഇല്ല എങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. നിങ്ങൾ ഇതുവരെ ഈ ചാനലിൽ കണ്ടിട്ടുള്ള പോഡ്കാസ്റ്റുകളെ എല്ലാം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലും ഫോണിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഒരു പ്രൊഫഷണൽ ക്യാമറയല്ല ഞാൻ യൂസ് ചെയ്തത്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ട് പോലുമില്ല. എൻ്റെ ഗസ്റ്റ് എപ്പിസോഡിന് പോലും ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്തിരുന്നത്. സെനക്ക പറഞ്ഞിട്ടുള്ളത്, ഇറ്റ്സ് നോട്ട് ദ മാൻ ഹു ഹാസ് ടു ലിറ്റിൽ ബട്ട് ദ മാൻ ഹു ക്രേവ്സ് മോർ ദാറ്റ് ഇസ് പുവർ. അതായത് മനുഷ്യന് എന്നും അത്യാഗ്രഹം ഉണ്ടായിരിക്കും. അവൻ എപ്പോഴും വിചാരിക്കും, എൻ്റെ കയ്യിൽ അതുണ്ടായിരുന്ന കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യായിരുന്നു, ഇതുണ്ടായിരുന്ന കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യായിരുന്നു. പക്ഷേ അത് ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് തിങ്ക് ചെയ്യണം. ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് തിങ്ക് ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ നമ്മുടെ ചിന്ത ഭൂരിഭാഗം ഫ്യൂച്ചറിലായാൽ നമ്മൾ ആങ്ഷ്യസ് ആയിപ്പോകും. നമ്മുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ട്, അതിനെ വെച്ച് നമ്മൾ മുന്നോട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുന്നിടത്താണ് നമുക്ക് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലില്ല എന്നതിലുപരി എൻ്റെ കയ്യിലുള്ളതിനെ എനിക്ക് എങ്ങനെ നന്നായി ഉപയോഗിക്കാം എന്നതിലാണ് കാര്യം. അപ്പോൾ ഈ മെൻ്റൽ റെസിലിയൻസ് ബിൽഡ് ചെയ്യാൻ നമുക്ക് ചെയ്യാവുന്ന 1-2 കാര്യങ്ങൾ ഞാൻ പറയാം. സക്സസ്സിലേക്ക് എത്താനും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏതാനും കുറച്ച് കാര്യങ്ങൾ. 1, മാസത്തിലൊരിക്കൽ ഫാസ്റ്റ് ചെയ്യുക. ഫാസ്റ്റ് ചെയ്യുക എന്ന് വെച്ച് ഭക്ഷണമേ കഴിക്കാതിരിക്കുന്നതിലുപരി എല്ലാ കാര്യങ്ങളിൽ നിന്നൊന്ന് ഫാസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു ദിവസം ഭക്ഷണം കഴിക്കാതിരിക്കാം, ഓക്കെ. അതേപോലെ തന്നെ ഒരു ദിവസം സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുക. ഒരു ദിവസം റെസ്റ്റ് എടുത്ത് നോക്കുക. കാരണം എനിക്കറിയില്ല നിങ്ങൾ എന്തിനാലാണ് ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. ആ ഓവർ സ്റ്റിമുലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കാര്യത്തിന് ഒരു ദിവസത്തിൽ 30 ദിവസത്തിൽ ഒരു ദിവസം നിങ്ങൾക്കായി മാറ്റിവെക്കാൻ നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ റീകൺസിഡർ ചെയ്യേണ്ടിയിരിക്കുന്നു. 2, നിങ്ങൾക്ക് ചില കാര്യം ചെയ്യാൻ തോന്നുന്നില്ലെങ്കിലും ആ കാര്യങ്ങൾ ചെയ്തോളാം. ജിമ്മിൽ പോകാൻ തോന്നുന്നില്ല, സാരമില്ല, എന്തായാലും പോവാം. പഠിക്കാൻ തോന്നുന്നില്ല, എന്തായാലും ബുക്ക് എടുത്തൊന്ന് വായിച്ചു നോക്കാം. മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങൾ ആ കാര്യം ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പല കാര്യങ്ങളും വിട്ടുപോയേക്കാം. അതേസമയം ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഫ്ലോ സ്റ്റേറ്റിലേക്ക് കയറി തുടങ്ങും. 3, എല്ലാ വിജയങ്ങളും ആഘോഷിക്കാതിരിക്കുക. എല്ലാ വിജയങ്ങളും ആഘോഷിക്കപ്പെടേണ്ടതില്ല. നിങ്ങൾ വിജയിച്ചു എന്ന് കാണുന്ന ഒരു കാര്യം, ഒരുപക്ഷെ പരീക്ഷ ജയിച്ചതായിരിക്കാം, ഒരു പ്രൊമോഷൻ കിട്ടിയതായിരിക്കാം, ഒരു കളി ജയിച്ചതായിരിക്കാം, എന്ത് തന്നെയാവാം. എല്ലാ വിജയങ്ങളും ആഘോഷിക്കാതിരിക്കുക. ഒരു വിജയം ആഘോഷിക്കുക. അടുത്ത വിജയത്തിൽ ഇതേ വിജയം എനിക്ക് ഇനിയും തുടരെ ചെയ്യാൻ ഞാൻ എന്ത് കാര്യം ശ്രദ്ധിക്കണം എന്നത് അനലൈസ് ചെയ്യുക, ആഘോഷിക്കാതിരിക്കുക. എന്നിട്ട് അതിൻ്റെ അടുത്ത വിജയത്തിന് വീണ്ടും ആഘോഷിക്കുക. ഇതുകൊണ്ട് നമ്മൾ ആ ഡോപ്പമിൻ അഡിക്റ്റ് ആവാതിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ തന്നെയാണ് നമ്മുടെ മൂഡ്സിനെ കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ
ചില വിജയങ്ങൾ നമ്മൾ വെറുതെ കളയുന്നില്ല, നമ്മൾ അതിനെ ആഘോഷിക്കുകയും ചെയ്യണം. ചില വിജയങ്ങൾ ആഘോഷിക്കാതിരിക്കുമ്പോൾ നിങ്ങൾ അൺകംഫർട്ടബിളായി ഫീൽ ചെയ്തേക്കാം. പക്ഷെ ഓർക്കുക, അൺകംഫർട്ടബിളിൻ്റെ അർത്ഥം നിങ്ങൾ തോൽക്കുന്നു എന്നല്ല. എല്ലാ അൺകംഫർട്ടബിൾ ഫീലിങ്സും നിങ്ങൾ തോറ്റു എന്നല്ല കാണിക്കുന്നത്. വിതച്ച വിത്ത് മണ്ണിനടിയിലൂടെ പൊട്ടി മുളച്ച് മുകളിലേക്ക് വരാനും അത് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളെല്ലാം താണ്ടിയാണ് ഭൂമിയിലേക്കത് വളർന്നു വരുന്നത്. അതുകൊണ്ട് അൺകംഫർട്ടബിൾ ആണ് എന്ന് വെച്ച് വിട്ടുകളയുന്നതിന് മുന്നേ ഓർക്കുക, ഒരു പക്ഷേ നിങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയായിരിക്കും. കാരണം ചില സമയത്തെ വേദനകൾ നമ്മൾ മൂടിയിട്ട നമ്മളുടെ കഴിവുകളായിരിക്കും. ഒന്ന് ചിന്തിച്ച് നോക്കുക. വിശപ്പറിഞ്ഞ ചെന്നായയുടെ അറിവോടെ മൃഷ്ടാന ഭോജനം നടത്തുന്ന ഒരു സിംഹമായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ പോഡ്കാസ്റ്റ് സ്ഥിരമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ കൺഗ്രാജുലേഷൻസ്. നിങ്ങളും വളരാൻ ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണത്. നിങ്ങളുടെ കൂട്ടത്തിൽ ഇത് കേൾക്കണം എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.